ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും ഒരു വ്ളോഗാണ്. ഇതൊരു ഓൾമോസ്റ്റ് ഒരു 2 days ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഫ്രം ഈവനിങ് ടു നെക്സ്റ്റ് ഡേ ആഫ്റ്റർനൂൺ. ഓക്കെ, സോ വി സ്റ്റാർട്ടഡ് വിത്ത് ആ ത്രോ ബോൾ പ്രാക്ടീസ് ആൻഡ് കോളേജിൽ എൻ്റെ കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രാക്ടീസാണ് ഈവനിങ്. ഇപ്പോൾ റെഗുലറായിട്ട് 1 വീക്കായിട്ട് പോകുന്നുണ്ട്. 1 വീക്കല്ല, സോറി, ഒരു 3-4 days ആയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കൊറിയർ വന്നു, അത് അൺപാക്കിങ് ചെയ്യാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കുഞ്ഞ് കുർത്ത സെറ്റാണ്. കോളേജിലും ഓഫീസിലും അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പൊക്കെ വരാൻ പോകല്ലേ, അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഒരു ഓഡ് കുർത്ത സെറ്റ്. ഇതാണ് കളർ വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ്. നല്ല കുർത്തയായിരുന്നു, പക്ഷേ ആ ഒരു 400 സംതിങ് ആയിരുന്നു. ആ ഒരു റേറ്റിനുള്ള ക്വാളിറ്റിയാണ് വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുളിച്ച് വന്നു. നല്ല വേർപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈവനിങ് കുളിച്ചു. പിന്നെ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയറിന് മുന്നേ തന്നെ ഒരു റേസർ ഉപയോഗിക്കുന്നുണ്ട്. കാർമസിയുടെ റേസറാണ്. അടിപൊളി റേസറാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫോളോഡ് ബൈ ആസ് യൂഷ്വൽ നമ്മുടെ മോയ്സ്ചറൈസർ ആൻഡ് ലിബാം ഞാൻ ബോറോലിൻ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് വെക്കണം. സോ ഐ വാഷ്ഡ് ഫ്യൂ ക്ലോത്ത്സ് ആൻഡ് ഐ ഹാവ് ടു ഫോൾഡ് ഇറ്റ് അപ്പ്. അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്ലോ മോഷനിലായിട്ടാണ് പോയത്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. സോ മോർണിംഗ് നമ്മൾ എണീക്കാൻ തന്നെ നല്ല ലേറ്റായിപ്പോയി. 9 o'clock ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ 8 മണിക്കാണ് എണീച്ചത്. എണീക്കുമ്പോൾ തന്നെ ഭയങ്കര നമുക്കൊരു ലേസി ഡേ ഫീലിംഗ് അല്ലേ രാവിലെ. പിന്നെ നമ്മുടെ റൂട്ടീനൊക്കെ കുറച്ച് ലേറ്റായി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഇടയ്ക്ക് ഞാൻ മോർണിംഗ് റൂട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെ ലേറ്റായതാണ്. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. എല്ലാവരും അപ്പോഴത്തേക്കും എണീച്ചു. സാധാരണ ഞാൻ നേരത്തെ എണീച്ച് ചെയ്യാറാണ് പതിവ്, ഒരു 6-6:30, ഓൾമോസ്റ്റ് 7. ഓക്കെ, പക്ഷേ ഇപ്പോൾ നല്ല ലേറ്റായി സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഈവൻ ദോ ഞാനത് സ്കിപ്പ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഓർഡറിലല്ലായിരുന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു ലിമിറ്റഡ് ടൈമിൽ ഒരു 15 minutes ഇരുന്നു. ബ്രീത്തിങ്, പിന്നെ സ്ക്രിപ്റ്റിംഗ്, റീഡിംഗ് ഒക്കെ ചെയ്തു. വിഷ്വലൈസേഷൻ ഇതൊക്കെയാണ് ചെയ്തത്. റീഡിങ്ങിൽ ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് സീക്രട്ടാണ്. സോ അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ബുക്കായിരിക്കും. പ്രത്യേകിച്ച് റിവ്യൂസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതൊക്കെ വായിച്ചു. മീൻവൈൽ ഞാൻ ഹോട്ട് വാട്ടർ കുടിക്കുന്നുണ്ട്, വാം വാട്ടർ. പിന്നെ കോളേജിലെത്തിക്കഴിഞ്ഞാൽ രാവിലത്തെ ക്ലിനിക് അവറാണ്. പിന്നെ ഇന്ന് ക്ലിനിക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നോട്ട്സ് എടുക്കാമെന്ന് വെച്ചു. ക്ലിനിക് റൂമിൽ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് കുറച്ച് പേരായിട്ടിരുന്നു. പിന്നെ നോട്ട്സ് മാത്രമല്ല, മീൻവൈൽ വി വർ ടോക്കിംഗ് ടു ഈച്ച് അതർ, ചാറ്റിംഗ് ഒക്കെ ഉണ്ടായി. സോ അതൊക്കെ ചെയ്യുന്നുണ്ട്. നോട്ട്സ് പ്രത്യേകിച്ച് ഞാനിപ്പോൾ എടുക്കാൻ കാരണം, നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ എക്സാംസിന് ഒരു 2 months ഗ്യാപ്പേ ഉള്ളൂ. സോ ഇതിനുള്ളിൽ ഈ സെമസ്റ്ററിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ എക്സാം ടൈമിൽ നല്ല ടഫായിരിക്കും. ആ ടൈമിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് ചിലവർക്ക് ആ ഒരു ശീലം ഉണ്ടാവും. എനിക്ക് ആ ഒരു ശീലമുണ്ട്. എനിക്ക് നോട്ട്സ് ഇങ്ങനെ അറേഞ്ച്ഡായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് വേണം, എന്നാലേ എനിക്കൊരു പഠിക്കാനായിട്ടുള്ളൊരു മൂഡും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അത് കുറേ പേർക്ക് അങ്ങനെ ആയിരിക്കും. ചിലർക്ക് പ്രിൻ്റ് ഔട്ട്സും അല്ലെങ്കിൽ PDF മൊബൈലൊക്കെ നോക്കി പഠിക്കാൻ പറ്റും. എനിക്ക് തീരെ പറ്റാറില്ല. ഞാൻ ആ ഒരു കാറ്റഗറിയിലല്ല. ഐ നീഡ് നോട്ട്സ്. സോ അങ്ങനെ നോട്ട്സൊക്കെ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചായി തുടങ്ങിയിട്ട്. പക്ഷേ നമ്മളിങ്ങനെ അതൊക്കെ കുറച്ചിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യമുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ ഫുൾ അഡൽറ്റിന് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസോർഡേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സോ കുറച്ച് ടഫാണ്, പക്ഷേ എന്നാലും പഠിക്കണം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് അവർ സ്റ്റഡി റൂട്ടീൻ ആൻഡ് ദോസ് തിങ്സ്. ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. സോ അത് കഴിക്കുന്നുണ്ട്. പിന്നെ കോളേജിൽ നല്ല ഈച്ച ശല്യമുണ്ട്. മഴ കാരണമാണ് ബാംഗ്ലൂരിൽ മഴ സ്റ്റാർട്ടായി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു കമൻറ്റ്. പിന്നെ കമൻറ്റ് സെക്ഷനിൽ പറയാം ഇങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള ഇൻഫോർമേഷനും വരുള്ളൂ. സോ